ഞങ്ങൾ കാസർഗോഡ് വന്നെയാണ്. ഞങ്ങൾക്ക് ഇവിടെ നേർച്ചയുണ്ട് കൊടുക്കാന്, അതുകൊണ്ട് മാത്രം ഇവിടെ വന്ന. എത്ര ദിവസമായി ഇവിടെ ഉണ്ട്? ഞാൻ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇന്ന് വന്നതേ ഉള്ളൂ. ചന്ദനക്കുടത്തിന് വേണ്ടി മാത്രം വന്നതല്ലേ? ഞാൻ വന്നിട്ട് 4 ദിവസമായി. അപ്പോ ഭീമാപള്ളി ഉറൂസിന് സമാപനമാകാൻ പോവുകയാണ്. അപ്പോൾ ചന്ദനക്കുടം എടുക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ഭക്തജനങ്ങളാണ് ഭീമാപള്ളിയിൽ വന്ന് കൂടുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു വിശേഷമാണ് കൈസ് നമ്മൾ ഈ ഒരു പോയിന്റിൽ കാണിക്കുന്നത്. എടുക്കണേ അടുത്തു. ഈ ചന്ദനക്കുടം 10,000 ചന്ദനക്കുടം ഇവിടെ ഇപ്പൊ പോയിട്ടുണ്ട്. അത് മനസ്സിലായില്ലേ? ഇതെല്ലാരും വരുന്നതാണ്. ഉമ്മച്ചാട് ഹദറത്തേക്ക് വരുന്നതാണ് നേർച്ചയായിട്ട്. ഏത് ഓരോരോ ഭക്തജനങ്ങൾ പറഞ്ഞത്, ഉമ്മച്ചായ കാണാൻ പറഞ്ഞത്, അവരോട് കാര്യങ്ങൾ നിറവേറ്റി പോകുന്നുണ്ട്. 200 അതാ കൊടു. കൊച്ചിന്റെ തലയെ കൊച്ചിനാ നിങ്ങളെ തലയെ വെച്ചേക്ക്. കൊച്ചിന്റെ നേർച്ചയാണ് ആടാ ഭീമാപള്ളിയിൽ. ഇൻഷാ അല്ലാഹ് എല്ലാം ഹൈറായി വരും കേട്ടാ. എല്ലാം ഇത് നേരെ കൊണ്ട് അകത്ത് കയറിയാൽ മതി. അകത്ത് കയറിക്ക ഇൻഷാ. എടുത്തോ വെച്ചോ വെച്ചോളൂ തലയിൽ വെച്ചോളൂ. ഇങ്ങ എത്ര എണ്ണം വേണം? ഇനി എത്ര എണ്ണം? ഒരേ നിയത്ത് പ്രകാരം ഒരേ ആൾക്കാർ വരുന്നതാണ് ഭീമാപള്ളിയിൽ. അപ്പൊ അതുകൊണ്ട് കണ്ടിന്യൂ എന്ന് പറയാൻ പറ്റൂല ഇപ്പൊ. തലേ പോയി വിസ്മി പറയും. തലേ പോയി അങ്ങോട്ട് ദൂരെ പോ. തലേ പോയി 500 കിട്ടിയിട്ടുള്ളു. ഇനിയൊരു 300 അങ്ങോട്ട് നടന്നോ മക്കള് നടന്നോ. ചന്ദനക്കുടം മേടിക്കാം, നേർച്ചക്കുടം എടുക്കാം. ചന്ദനക്കുടം മേടിക്കാം, നേർച്ച കലയൊക്കെ എടുക്കാം. നേർച്ച കലയൊക്കെ എടുക്കാം. പള്ളി കൊടുക്കാനുള്ള നേർച്ച കലയൊക്കെ എടുക്കാം. നേർച്ചകൾ എടുത്ത് പോവാം. ചന്ദനക്കുടം മേടിക്കാം, നേർച്ചക്കുടം മേടിക്കാം. നേർച്ചക്കുടം മേടിക്കാം, ചന്ദനക്കുടം മേടിക്കാം. നേർച്ച കലയും എടുക്കാം, ചന്ദനക്കുടം എടുക്കാം. നമ്മൾ ചന്ദനക്കുടത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നേർച്ചക്കുടം ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിലൊന്ന് എടുത്ത് വെച്ചേക്കാം. ജസ്റ്റ് ഞാൻ എടുത്തതാ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഭീമാപള്ളി ഉറൂസിൽ ചന്ദനക്കുടത്തിന് ആവശ്യമായിട്ടുള്ള നേർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു കുടം. ഇതിലാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബായിയാണെങ്കിൽ തിരിയും എല്ലാം കൊണ്ട് കൊളുത്തി ഇതിലേക്കൂടെ നമുക്ക് ചുറ്റണം അല്ലേ? ഇതിലേക്കൂടെ ചുറ്റണം. ഇപ്പൊ ക്രൗഡ് ഉള്ളതുകൊണ്ട് ഒറ്റ പ്രാവശ്യം ചുറ്റിയാൽ മതി. ക്രൗഡ് കുറവാണെങ്കിൽ എത്ര പ്രാവശ്യം? ഓക്കെ, എത്ര പ്രാവശ്യം ചുറ്റണം? ഒരു പ്രാവശ്യം ചുറ്റിയാൽ മതി. അതിനുശേഷം എന്താണ് അടുത്ത ചടങ്ങ്? ദർഗയുടെ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും അവിടെ നിന്ന് ചീരണി എന്തെങ്കിലും വാങ്ങിച്ചു തരും. ഓക്കെ, മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്നതിന്റെ ഐതിഹ്യം എന്താണ്? ഐതിഹ്യം എന്ന് വെച്ചാൽ ഓരോരോ ആൾക്കാരുടെ നിയത്ത് പ്രകാരമാണ് പറഞ്ഞത്. ഓരോരോ ആൾക്കാർ നേർച്ച ഉണ്ടല്ലോ, നേർച്ച അതനുസരിച്ചിട്ട് പറഞ്ഞവരാണ്. അവരെ നേർച്ച എന്താണ് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ഓക്കെ, ആ നേർച്ചകളെല്ലാം നിയത്ത് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ഓക്കെ, അവരുടെ നിയത്ത് എന്താണ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം വന്ന സമയത്താണെങ്കിൽ ഈ ഒരു കാട്ടിൽ നിറച്ചും നേർച്ചയ്ക്ക് വേണ്ടിയുള്ള ചന്ദനക്കുടം ഉണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും അത് ഫില്ല് ചെയ്യുന്നതാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു ക്രൗഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തു.